നമസ്കാരം. എല്ലാ നല്ലവരായ പ്രേക്ഷകരും ഇന്നത്തെ ഈ വിജയവേദി പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വളരെ സ്വാദുള്ള എപ്പിസോഡായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ് ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഈ എപ്പിസോഡ് തുടങ്ങുന്നത് ബാംഗ്ലൂർ സിറ്റിയിൽ വളരെ ഫേമസ് ആയ, വളരെ ഫെമിലിയർ ആയ അല്ലെങ്കിൽ കുറച്ച് കമേഴ്ഷ്യൽ ആയ ഒരു പ്ലേസ് ആണ് ബ്രിഗേഡ് റോഡ്. സോ ബ്രിഗേഡ് റോഡിൽ ഓഷ്യ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് നമ്മുടെ ഈ എപ്പിസോഡ് തുടങ്ങുന്നത്. സോ വി ആർ ഗോയിങ് ടു മീറ്റ് ദ ഓഷ്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർപേഴ്സൺ മിസ്റ്റർ ചെറ്റാലി ഹനീഫ. അദ്ദേഹം ഇവിടെയുണ്ട്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന്റെ മക്കളും ഈ TV നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. എന്തായാലും അവരെയും നമുക്ക് പരിചയപ്പെടാം. അതിന് മുന്നേതായിട്ട് അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം. സാറിന്റെ സ്വന്തം സ്ഥലം എവിടെയാ? നാട്ടില് മലപ്പുറം ജില്ല ചെമ്മാട്. പണ്ടാരങ്ങാട് എന്ന് പറയും. അത് ശരി. അപ്പോ അവിടെ നിന്ന് എത്ര വയസ്സിലായിരുന്നു കർണാടകയിലോട്ട് വന്നത്? ഞാൻ ഏകദേശം 31 വർഷമായി. 31 വർഷമായി. എന്തായിരുന്നു കാരണം അവിടെ നാട് വിടാൻ? എന്റെ ഫാദർ ഇവിടെ ആയിരുന്നു. ഞങ്ങൾക്ക് ആദ്യം ഞങ്ങൾ റസൽ മാർക്കറ്റില് സീ ഫുഡിന്റെ ഹോൾസെയിൽ ബിസിനസ് ഉണ്ട്. അച്ഛന് 44 വർഷമായിട്ടാണ് തുടങ്ങിയത്. ഇപ്പൊ 44 വർഷം കഴിഞ്ഞു. അതിനുശേഷം അച്ഛന് ഞാൻ SLC കഴിഞ്ഞ് നേരം ഇങ്ങോട്ട് വന്നു. SLC കഴിഞ്ഞ് നാട് വിട്ടു. അന്ന് പക്ഷെ ബാംഗ്ലൂർ വരെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുണ്ടോ? അതെ 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 അതെ. നാട്ടിലുള്ള അന്നത്തെ പ്രായത്തിലല്ല, അന്നേന്നല്ല ഇന്ന് തന്നെ എല്ലാവർക്കും പഠിച്ചു കഴിഞ്ഞാൽ അപ്പൊ നാട് വിടണം. അതെ അതെ അതെ. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അച്ഛൻ ഇവിടെ ബിസിനസ് ഉണ്ടാക്കിയതുകൊണ്ട് ഇവിടെ തന്നെ വന്നു. അച്ഛനെ സഹായിക്കാൻ ഞാനൊരു മൂത്ത മകൻ. ഞാൻ അച്ഛന്റെ കൂടെ ഇങ്ങോട്ട് വന്നു. അങ്ങനെ അച്ഛൻ്റെ കൂടെ ബിസിനസ് തുടങ്ങി. അങ്ങനെ ആ ബിസിനസ് കുറച്ചെല്ലാം ഇമ്പ്രൂവ്മെന്റ് ചെയ്തു. ഇപ്പോൾ ഞങ്ങള് പിന്നെ ആളിന്ത്യയിൽ ഞങ്ങൾ ഫിഷ് വരുന്നുണ്ട്. നിങ്ങളായിരുന്നു മൂത്ത മകൻ എന്ന് പറയുന്നത്. താഴെ എത്ര പേരുണ്ട്? താഴെ ഇനി 2 മക്കളുണ്ട്. ആൺകുട്ടികള്. അവരൊക്കെ അവരും റസൽ മാർക്കറ്റില് ബിസിനസ് നടത്തുന്നു. ഒന്ന് ബഷീർ, ഒന്ന് റിയാസ്. റസൽ മാർക്കറ്റില് അനിയന്മാർ ഇപ്പോഴും ചെയ്യുന്നുണ്ടോ? ഉണ്ട്. അന്ന കാലഘട്ടത്തിൽ ഇവിടെ വന്ന ആ ചെറുപ്പക്കാരന് അല്ലെങ്കിൽ ഒരു SLC കഴിഞ്ഞ ഒരു വ്യക്തിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ബാംഗ്ലൂർ സിറ്റി? ഇപ്പൊ വളരെ വ്യത്യാസമാണ്. അന്ന് ബാംഗ്ലൂർ സിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ഡിഫറെന്റ് ആയിരുന്നു. ഇപ്പൊ ഇന്ന് വളരെ വളരെ വ്യത്യാസം. പക്ഷെ അടിച്ചു പൊളിക്കേണ്ട ഒരു പ്രായത്തില് അച്ഛന്റെ ബിസിനസ്സിൽ വന്നിരിക്കുമ്പോ വല്ലാതെ സങ്കടം തോന്നിയില്ല? ഇല്ല, അന്ന് കഷ്ടപ്പെട്ട് മുന്നോട്ട് വരണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ഒരു കോൺഫിഡന്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് അച്ഛൻ ഈ 44 കൊല്ലങ്ങളായി ഈ ബിസിനസ് തുടങ്ങിയിട്ട് പറഞ്ഞു. 44 കൊല്ലം കഴിഞ്ഞു. അപ്പൊ അന്ന് അച്ഛൻ ഏത് പേരിലാണ് തുടങ്ങിയത്? അച്ഛന്റെ പേര് തന്നെ CS. അച്ഛന്റെ പേര് C സൈദലവി എന്നായിരുന്നു. അങ്ങനെ CS എന്ന പേര് തുടങ്ങിയത്. പിന്നെ നിങ്ങൾ എപ്പോഴായിരുന്നു ഓഷ്യ എന്ന് മാറ്റിയത്? ഞങ്ങള് പിന്നെ അതിനുശേഷം എന്റെ മകൻ വന്നു, എന്റെ മൂത്ത മകൻ വന്നു. അതിനുശേഷം ഓഷ്യ എന്ന പേര് വെച്ചത്. പിന്നെ പണ്ടത്തെ കാലഘട്ടത്തിൽ ചെയ്യുന്ന ബിസിനസ്സും ഇപ്പൊ ചെയ്യുന്നതും എൻറ്റയർലി വ്യത്യാസമുണ്ട്. വളരെ വ്യത്യാസം. അന്ന് വരുന്ന ഒരു ട്രഡീഷണൽ വേ ഓഫ് ബിസിനസ് ആണ് ചെയ്യുന്നത്. ഇപ്പൊ എല്ലാത്തിനും വളരെ മോഡേൺ ആയിട്ടും അല്ലെങ്കിൽ ഒരു ടെക്നോളജി വൈസ് യൂസ് ചെയ്തിട്ടാണ് ബിസിനസ്. അത് ഏത് ഇൻഡസ്ട്രി എടുത്താലും, സീ ഫുഡ് എല്ലാം ശരി, ഏത് ഇൻഡസ്ട്രി, ഈവൻ ചവറ് പെറുക്കുന്ന ഇൻഡസ്ട്രിയും കൂടി അങ്ങനത്തെ ഒരു വ്യത്യാസമുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ അച്ഛന്റെ കാലഘട്ടത്തിൽ ചെയ്ത ബിസിനസ്സിനും ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിനും എത്രയാണ് ഡിഫറൻസ് ഉള്ളത്? എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുക? ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അച്ഛനത് ആക്ച്വലി എന്റെ അച്ഛൻ ആദ്യം ഇവിടെ വന്നിട്ട് സ്റ്റാർട്ടിങ് എന്റെ അച്ഛനെ വന്നിട്ട് ഇവിടെ സൈക്കിളിൽ ഫിഷ് വിൽക്കുമായിരുന്നു. സൈക്കിളിൽ കൊണ്ടുപോയിട്ട് കുറച്ച് വിറ്റു. പിന്നെ ഒരു ഷോപ്പ് വാങ്ങിച്ചു. പിന്നെ നാട്ടിൽ നിന്ന് കുറച്ച് ഫിഷ് വരുത്തി. അങ്ങനെ ആയിരുന്നു. പിന്നെ ഞാൻ വരുന്നത് 31 വർഷമായി. 44 വർഷം കഴിഞ്ഞു. അച്ഛൻ വന്നതിന് ശേഷം 10-12 വർഷം ഞാൻ വന്നതിന് ശേഷം പിന്നെ കുറച്ച് ബിസിനസ് കൂട്ടി വന്നു. പിന്നെ ഇപ്പൊ ഞങ്ങൾക്ക് ആൾ ഇന്ത്യയിൽ നിന്ന് ഫിഷ് വരുന്നുണ്ട്. അച്ഛൻ ഇത് ഒരു നല്ലൊരു സിനിമയിൽ വരുന്ന ഒരു സ്റ്റോറി മാതിരിയാണ്. ആദ്യകാലത്ത് അച്ഛൻ സൈക്കിളില് ഫിഷ് വിറ്റു. അത് കഴിഞ്ഞ് നിങ്ങൾ വന്ന ശേഷം കട തുടങ്ങി. മക്കളുടെ എൻട്രി സെഷൻ എന്തായി? ഇനിയും കുഴപ്പമില്ല. ഇൻഡസ്ട്രി വലിയ ഇൻഡസ്ട്രി കംപ്ലീറ്റ് ആയി. ഇപ്പൊ ആൾ ഇന്ത്യയിൽ നിന്ന് ഫിഷ് വരുന്ന ഫുൾ എൻ്റെ കർണാടക സപ്ലൈ ചെയ്യുന്നുണ്ട്. എൻറ്റയർ കർണാടക മാത്രമാണോ സപ്ലൈ ചെയ്യുന്നത്? പുറത്തെ ഫിഷസ് ഓൾ ഇന്ത്യ എന്ന് പറയുമ്പോ ജാസ്തി വരുന്ന സ്ഥലം ഏതൊക്കെയാണ്? മാംഗ്ലൂർ, മലപ്പെ, ഉടുപ്പി, തമിഴ്നാട് എല്ലാ സൈഡിൽ രാമേശ്വരം, മദ്രാസ്, പോണ്ടിച്ചേരി, പറങ്കിപ്പേട്ട, കടലൂര്, എല്ലാ ടൈമിലും. പിന്നെ മഹാരാഷ്ട്ര, ബോംബെ, ഗുജറാത്ത്, ഒറീസ ആൻഡ് കൽക്കത്ത ആൾസോ. 3 ഡിഫറെന്റ് ഓഷനിൽ വരുന്ന ഫിഷും ഇവിടെ കിട്ടുന്നില്ല. ഉണ്ട്.